1940 മെയ് മാസം 26 മുതൽ ജൂൺ 4 വരെയുള്ള 10 ദിവസം. അന്ന് വരെ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ റെസ്ക്യൂ മിഷനായിരുന്നു ഫ്രാൻസിലെ ഡങ്കർക്കിൽ നടന്നത്. ജർമ്മന്റെ ഇൻവേഷന്റെ ഭാഗമായി ഏകദേശം 4 ലക്ഷത്തോളം സൈനികരായിരുന്നു ഡങ്കർക്കിൽ കുടുങ്ങിക്കിടന്നത്. അവരെ അവിടെ നിന്ന് ബ്രിട്ടനിലേക്ക് രക്ഷപ്പെടുത്താൻ വന്നത് ബ്രിട്ടനിലെ തന്നെ സാധാരണ മത്സ്യ തൊഴിലാളികളും അവരുടെ ചെറിയ ബോട്ടുകളുമാണ്. ഞാനിപ്പോൾ ഈ പറയുന്ന കഥയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ തുടക്ക സമയത്ത് ഉണ്ടായത്. ഇതേ കഥയാണ് 2017 ക്രിസ്റ്റഫർ നോളന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഡങ്കർക്ക് എന്ന സിനിമയുടെ കഥ. ഈ സിനിമ അത്യാവശ്യം എല്ലാവരും കണ്ടു കാണും. എന്നാൽ ശരിക്കും ആ ഡങ്കർക്കിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞ്, ഒന്നാം ലോക മഹായുദ്ധം എന്ന് പറയുന്നത് അവരുടെ സാമ്രാജ്യത്വം വലുതാക്കാനും കോളനികളുടെ എണ്ണം കൂട്ടാനും വേണ്ടിയുള്ള ഒരു യുദ്ധമായിരുന്നുവെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ പ്രധാന കാരണം പ്രതികാരമായിരുന്നു. ജർമ്മൻ ജനതയുടെ പ്രതികാരവും അതിന്റെ മുമ്പിൽ നിൽക്കാൻ ഒരു ഏകാധിപതി. ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞ സമയത്ത് ജർമ്മനി ഭരിച്ചുകൊണ്ടിരുന്നത് കൈസർ വില്യമായിരുന്നു. പക്ഷേ യുദ്ധത്തിൽ പരാജയപ്പെട്ടതോടെ അദ്ദേഹം ഓടിപ്പോയി. പിന്നീട് അവിടെ ഒരു റിപ്പബ്ലിക്കാണ് ഭരണം ഏറ്റെടുത്തത്. അതിനെയാണ് വൈമർ റിപ്പബ്ലിക് എന്ന് പറയുന്നത്. വൈമർ റിപ്പബ്ലിക്കാണ് പിന്നീട് വേഴ്സായ് ഉടമ്പടിയിൽ സൈൻ ചെയ്തത്. എന്നാൽ പിന്നീട് സാമ്പത്തിക പ്രതിസന്ധി അധികം ബാധിച്ചുകൊണ്ടിരുന്ന ജർമ്മനിയെ മുന്നോട്ട് നയിക്കാൻ ഈ വൈമർ റിപ്പബ്ലിക്കിനും സാധിച്ചില്ല. അതിനുശേഷമാണ് ഒരു സൈനികൻ അല്ലെങ്കിൽ ഒരു വ്യക്തി 1914 ഒന്നാം ലോക മഹായുദ്ധത്തിൽ ബവേറിയൻ ആർമിയുടെ ഭാഗമായിരുന്ന ഒരു 5 അടി 9 ഇഞ്ചുകാരൻ അഡോൾഫ് ഹിറ്റ്ലർ തന്റെ പ്രസംഗ പാടവത്തിലൂടെ ജർമ്മൻ ജനതയുടെ നേതാവായിട്ട്, സുപ്രീം ലീഡറായിട്ട് വരുന്നത്. രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുന്ന സമയത്ത് അഡോൾഫ് ഹിറ്റ്ലറിന്റെ ഇന്റർനാഷണൽ പോളിസി എന്ന് പറയുന്നത് ലെവൻസറാമായിരുന്നു. ലെവൻസറാം പോളിസി എന്ന് പറയുന്നത് ഒരു ഏകീകൃത ജർമ്മനിയെ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. അതായത് യൂറോപ്പിലെ രാജ്യങ്ങളെ എല്ലാം ഒരുമിപ്പിച്ച് ഒരു ഏകീകൃത ജർമ്മനി. അതിനുവേണ്ടി അവർ ആദ്യം ആക്രമിക്കാൻ ശ്രമിച്ചത് ഓസ്ട്രിയയായിരുന്നു. ഈ ഓസ്ട്രിയ എന്ന് പറയുന്നത് അഡോൾഫ് ഹിറ്റ്ലർ ജനിച്ച നാട് തന്നെയാണ്. ഈ ഓസ്ട്രിയയെ പോയി ആക്രമിച്ച് കീഴടക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ജർമ്മൻ പട ഓസ്ട്രിയയിലേക്ക് വന്ന സമയത്ത് തന്നെ അവർ പൂവിട്ടും കൈയടിച്ചുമാണ് സ്വീകരിച്ചത്. അങ്ങനെ ഓസ്ട്രിയ ജർമ്മനിയുടെ ഭാഗമായിട്ട് മാറുന്നു. ഇതെല്ലാം സഖ്യകക്ഷികളായിരുന്ന ബ്രിട്ടനും ഫ്രാൻസും നോക്കി കാണുന്നുണ്ടായിരുന്നു. കാരണം ജർമ്മനിക്ക് ഒരു യുദ്ധം അല്ലെങ്കിൽ ഒരു സൈനികരുടെ 1 ലക്ഷത്തിൽ കൂടുതലുള്ള സൈനികർ ഉണ്ടാകാൻ പാടില്ല, സൈനിക നടപടികൾ എടുക്കാൻ പാടില്ല എന്നൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇത്തരം നടപടികൾ ഫ്രാൻസിനെയും ബ്രിട്ടനെയും ഒരു സംശയത്തിന്റെ നേരിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ കൊണ്ടും, അതായത് ഓസ്ട്രിയ പിടിച്ചെടുത്തത് കൊണ്ടും ഹിറ്റ്ലർ നിർത്തിയിരുന്നില്ല. തൊട്ടടുത്ത ചെക്കോസ്ലോവാക്കിയയിലേക്കാണ് അടുത്തത് പോയത്. ഈ ചെക്കോസ്ലോവാക്കിയയിലും ഏകദേശം ജർമ്മനിയുടെ ബോർഡറുമായിട്ട് ബന്ധപ്പെട്ട് കുറെ ജർമ്മൻ ആൾക്കാർ ജീവിക്കുന്നുണ്ടായിരുന്നു. അവിടെയാണ് സുഡറ്റൻലാൻഡ് എന്ന് പറയുന്നത്. ഈ സുഡറ്റൻലാൻഡിനെ കൈവശപ്പെടുത്തണം എന്ന ആഗ്രഹത്തോടെയാണ് ജർമ്മനി ചെക്കോസ്ലോവാക്കിയെ ആക്രമിക്കാനായിട്ട് ഒരുങ്ങുന്നത്. പക്ഷേ ഈ സമയത്ത് ബ്രിട്ടനും ഫ്രാൻസും നേരെ ജർമ്മനിയിലേക്ക് എത്തുന്നു. ഹിറ്റ്ലറുമായിട്ട് മ്യൂണിക്കിൽ വെച്ച് ഒരു ഉടമ്പടി സൈൻ ചെയ്യുന്നു. അതിനെയാണ് പോളിസി ഓഫ് അപ്പീസ്മെന്റ് എന്ന് പറയുന്നത്, ഒരു പ്രീണന നയം. പിന്നീട് ലോകത്തിലെ തന്നെ ഏറ്റവും പരാജയപ്പെട്ട ഒരു ഉടമ്പടിയായിട്ട് കാണുന്നതും ഈ മ്യൂണിക്കിലെ പോളിസി ഓഫ് അപ്പീസ്മെന്റ്. അപ്പൊ അന്ന് അവരെടുത്ത നയം, അതായത് സഖ്യകക്ഷികളെടുത്ത നയം എന്ന് പറയുന്നത് ജർമ്മനിക്ക് അനുകൂലമായിരിക്കുന്ന ഭാഗങ്ങൾ ഹിറ്റ്ലർ എടുക്കുക, ബാക്കിയുള്ളതെല്ലാം അതേപോലെ തന്നെ സ്വതന്ത്ര രാജ്യമായിട്ട് നിർത്തുക എന്നുള്ളതാണ്. പക്ഷേ ഇതും പറഞ്ഞ് സൈനും ചെയ്ത് ചേംബറിൽ തിരിച്ച് ബ്രിട്ടനിലെത്തിയ അതേ സമയം കൊണ്ട് തന്നെ ഹിറ്റ്ലർ ചെക്കോസ്ലോവാക്കിയ കീഴടക്കി. അപ്പൊ തന്നെ ബ്രിട്ടനും ഫ്രാൻസും മനസ്സിലാക്കി അടുത്തത് അവരെങ്ങോട്ടാണ് പോകുന്നത്. മലയാളികളായ നമുക്കറിയാം, ആ രാജ്യത്തെ ആക്രമിക്കുന്നത് പോയിട്ട് ആ രാജ്യത്തിന്റെ പേര് പറയുന്നത് പോലും പ്രശ്നമാണ്. പക്ഷെ ഇത് ഹിറ്റ്ലർക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അടുത്തതായിട്ട് ആക്രമിച്ചത് പോളണ്ടിനെയാണ്. അതോടെ രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചു. ഈ പോളണ്ടിനെ ആക്രമിച്ച സമയത്ത് പോളണ്ടിനെ ആക്രമിച്ച സമയത്ത് ഈ ഹിറ്റ്ലറിന് ഒരു സംശയം ഉണ്ടായിരുന്നു, USSR കയറി തിരിച്ചാക്രമിക്കുമെന്ന്. ആ ഒരു ആക്രമണത്തെ ഭയന്നുകൊണ്ടാവണം ആരും അറിയാതെ, ഇവൻ സഖ്യകക്ഷികൾ പോലും അറിയാതെ ഒരു രഹസ്യ ഉടമ്പടി ഇവർ തമ്മിൽ, USSRും ജർമ്മനിയും തമ്മിൽ ഉണ്ടാക്കിയിരുന്നു. അതിന്റെ ഫലമായി പോളണ്ടിനെ ഒരു വശത്ത് നിന്ന് ഹിറ്റ്ലർ ആക്രമിച്ചുകൊണ്ട് വന്നപ്പം മറുവശത്ത് നിന്ന് USSRലെ സ്റ്റാലിന്റെ സൈന്യം പോളണ്ടിനെ ആക്രമിച്ചു വന്നു. ഇതേ ദിവസം തന്നെയാണ്, അതായത് 1939 സെപ്റ്റംബർ മാസം അങ്ങനെ ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കും. ഇതിനുശേഷമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഡങ്കർക്ക് എന്ന് പറയുന്ന സിനിമയുടെ പ്രധാന കഥ നടക്കുന്നത്. യുദ്ധം തുടങ്ങിക്കഴിഞ്ഞപ്പം ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വേണ്ടത് ഇരുമ്പയിരാണ്. യുദ്ധത്തിന്റെ സാമഗ്രികളടക്കമുള്ള എല്ലാം ഉണ്ടാക്കണമെങ്കിൽ ഇരുമ്പയിര് വേണം. അന്ന് ജർമ്മനിക്ക് ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് കിട്ടിക്കൊണ്ടിരുന്നത് സ്വീഡനിൽ നിന്നാണ്. അപ്പൊ സ്വീഡനിൽ നിന്നുള്ള കപ്പലുകളെ തടയുക അല്ലെങ്കിൽ തകർക്കുക, അതായിരുന്നു ബ്രിട്ടന്റെ ലക്ഷ്യം. പക്ഷേ ഇത് മുൻകൂട്ടി കണ്ട ഹിറ്റ്ലർ ചെയ്ത കാര്യം എന്ന് പറയുന്നത് ആ ഭാഗത്തു നിന്ന്, അതായത് ഡെൻമാർക്കും നോർവേയും കടന്ന് നേരെ സ്വീഡനെ ആക്രമിച്ച് സ്വീഡനെ ഇവരുടെ വശത്താക്കി. അതുകൊണ്ട് തന്നെ യുദ്ധം നടക്കുന്നിടത്തോളം കാലം ഇരുമ്പയിരിന് യാതൊരുവിധ ക്ഷാമവും ഉണ്ടാവില്ല എന്ന് ഹിറ്റ്ലർ ഉറപ്പിച്ചു. അതിനുശേഷം പോയത് സഖ്യകക്ഷികളിലെ ഒരു പ്രധാന രാജ്യമായ ഫ്രാൻസിന്റെ നേർക്കെയാണ്. അന്ന് ഹിറ്റ്ലർ ഉപയോഗിച്ചിരുന്ന യുദ്ധതന്ത്രത്തിന് ബ്ലിറ്റ്സ്ക്രീഗ് എന്നാണ് പറയുന്നത്. ഈ ബ്ലിറ്റ്സ്ക്രീഗ് എന്ന് പറയുന്ന യുദ്ധതന്ത്രം എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ അപ്രതീക്ഷിതമായി കയറി എന്ന് ആക്രമിക്കുക.
അത് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് മനസ്സിലാക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ വീണ്ടും ആക്രമിക്കുക. ഇതാണ് ബ്ലിറ്റ്സ് ക്രീഗ് എന്ന് പറയുന്ന ജർമ്മനിയുടെ തന്ത്രം, ഹിറ്റ്ലറിന്റെ തന്ത്രം. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ തുടക്കം തൊട്ട് അവസാനം വരെ ഇതേ തന്ത്രമാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അവർ ഫ്രാൻസിനെ ആക്രമിക്കാൻ തീരുമാനിക്കുന്നു. അവിടെ ഫ്രാൻസിനെ ആക്രമിക്കണമെങ്കിൽ 3 മാർഗങ്ങളാണുള്ളത്. ഒന്ന്, ഫ്രാൻസിന്റെയും ജർമ്മനിയുടെയും അതിർത്തി. ഓൾറെഡി ഫ്രാൻസിന് അറിയാം ജർമ്മനി എന്തെങ്കിലും ആക്രമിക്കാൻ വരുമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഫ്രാൻസിനും ജർമ്മനിക്കും ഇടയിൽ ഒരു വലിയ ഡിഫൻസ് ലൈൻ അവർ ഉണ്ടാക്കിയിരുന്നു. അതിനെ മാജിനോട്ട് ലൈൻ എന്നാണ് പറയുന്നത്. അതായത് ഫ്രാൻസിന്റെ ബജറ്റിന്റെ നല്ലൊരു ശതമാനം അവർ മുടക്കിയത് ഈ മാജിനോട്ട് ലൈനിന് ഡിഫൻസ് സിസ്റ്റത്തിന് വേണ്ടിയാണ്. അപ്പോൾ അതുവഴി കടന്നു വരിക എന്ന് പറയുന്നത് പ്രയാസമാണ്. പിന്നീട് ചുറ്റി വരണം എന്ന് പറയുമ്പോൾ ഒന്നുകിൽ മറ്റേ നെതർലൻഡ്, ബെൽജിയം, താഴെ ലക്സംബർഗ്, ഇത് കടന്ന് വരണം. അതിനുള്ള സാധ്യത ഉണ്ട് എന്ന് ഫ്രാൻസിന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഫ്രാൻസിന്റെ സേനകൾ അവിടെ ഉണ്ടായിരുന്നു. അതായത് ബെൽജിയത്തിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നു. പിന്നീട് ഒരു ഭാഗം കൂടി ഉണ്ട്. അതായത് ഈ ജർമ്മനിയുടെയും ബെൽജിയത്തിന്റെയും ഫ്രാൻസിന്റെയും അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കുറെ മലകളും കാടും കുന്നുമുള്ള ഒരു സ്ഥലമുണ്ട്. ആ വഴി കടന്നു വരിക എന്ന് പറയുന്നത് മനുഷ്യനായാലും ടാങ്കിനായാലും പ്രയാസമാണ്. ഈ 3 മാർഗങ്ങൾ മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നെതർലൻഡിലേക്കും ലക്സംബർഗിലേക്കും ബെൽജിയത്തിലേക്കും ജർമ്മനി ആക്രമിക്കുന്നു. അന്ന് ജർമ്മനി ആക്രമിച്ചതിന്റെ അല്ലെങ്കിൽ ജർമ്മൻ ആക്രമണത്തിന്റെ കുന്തമുന എന്ന് പറയുന്നത് ലത്വാഫ എന്ന് പറയുന്ന എയർഫോഴ്സ് ആയിരുന്നു. അന്ന് RAF റോയൽ എയർഫോഴ്സിനേക്കാളും, ബ്രിട്ടന്റെ റോയൽ എയർഫോഴ്സിനേക്കാളും ശക്തമായ എയർഫോഴ്സ് ആയിരുന്നു ലത്വാഫ എന്ന് പറയുന്നത്. ഈ ലത്വാഫ വെച്ചിട്ട് തന്നെയാണ് നേരത്തെ സ്വീഡൻ അവരെ കീഴടക്കിയത്. അപ്പോൾ ലത്വാഫ വെച്ച് ഈ നെതർലൻഡിലേക്ക് ആക്രമിക്കുന്നു. അതിനു മുമ്പ് തന്നെ ലക്സംബർഗിനെ അവർ കീഴടക്കുന്നു. നെതർലൻഡിലേക്ക് ആക്രമിക്കുന്നു. നെതർലൻഡിനും അത്യാവശ്യം നല്ലൊരു എയർഫോഴ്സ് തന്നെ ഉണ്ടായിരുന്നു. ആദ്യം അവർ തടഞ്ഞപ്പോൾ ഏകദേശം 125ഓളം ഫൈറ്റർ ജെറ്റുകൾ ഉണ്ടായിരുന്ന നെതർലൻഡിന്റെ 65ഓളം ഫൈറ്റർ ജെറ്റിനെ ആദ്യ ദിവസം തന്നെ തകർക്കാൻ ലത്വാഫയ്ക്ക് സാധിച്ചിരുന്നു. അതിനുശേഷം നേരെ അവർ ബെൽജിയത്തിലേക്കാണ് വന്നത്. അപ്പോൾ ഫ്രാൻസ് കണക്കാക്കിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ നെതർലൻഡ്, ബെൽജിയം വഴിയൊക്കെ കടന്ന് വരണമെങ്കിൽ അവർ വരും എന്ന കാര്യം അവർക്ക് ഉറപ്പാണ്. പക്ഷെ കടന്ന് വരണമെങ്കിൽ മിനിമം ഒരു 15 ദിവസമെങ്കിലും എടുക്കും. കാരണം അത്രയും എത്തണമെന്നുണ്ടെങ്കിൽ മാജിനോട്ട് ലൈൻ വഴി അവർ കയറി വരാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് പറയാം. കാരണം അത്രയ്ക്ക് പവർഫുൾ ആണ് ഡിഫൻസ് സിസ്റ്റം. ഇവിടെയാണ് ഫ്രാൻസിന്റെ എല്ലാവിധ കണക്ക് കൂട്ടലുകളെയും തെറ്റിച്ചുകൊണ്ട് ജർമ്മനി കയറി വരുന്നത്. ഇതിന്റെ ഇടയിൽ അതായത് ഞാൻ നേരത്തെ പറഞ്ഞ നെതർലൻഡിലെ ഏകദേശം 125-ൽ 65ഓളം വിമാനങ്ങളെ ഇല്ലാതാക്കിയ ആ ദിവസം, അതെന്ന് മെയ് 10-നായിരുന്നു. 1940 മെയ് 10-നാണ് ആ സംഭവം നടക്കുന്നത്. ഇതേ മെയ് 10 തന്നെ മറ്റൊരു സംഭവം ബ്രിട്ടനിൽ നടക്കുന്നുണ്ടായിരുന്നു. ബ്രിട്ടനിലെ ചേംബർലിൻ ഗവൺമെന്റ്, ഞാൻ നേരത്തെ പറഞ്ഞ പോളിസി ഓഫ് അപ്പീസ്മെന്റിൽ സൈൻ ചെയ്ത ചേംബർലിൻ ഗവൺമെന്റിനെ മാറുകയും ഒരു കോയിലേഷൻ ഗവൺമെന്റ് ഫോം ചെയ്യുകയും അതിന്റെ പ്രസിഡന്റായിട്ട് വിൻസ്റ്റൺ ചർച്ചിൽ വരികയും ചെയ്തു. വിൻസ്റ്റൺ ചർച്ചിൽ എന്ന് പറഞ്ഞാൽ വി ഷാൽ നോട്ട് സറണ്ടർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിൻസ്റ്റൺ ചർച്ചിന്റെ വലിയൊരു പ്രസംഗമൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് അറിയാതിരിക്കാം. പുള്ളിക്കാരൻ ഒരിക്കലും തോൽക്കാനോ സറണ്ടർ ആവാനോ തയ്യാറാവാത്തൊരു മനുഷ്യനായിരുന്നു. പുള്ളി ആദ്യം ചെയ്ത കാര്യം എന്ന് പറയുന്നത് BEF എന്ന് പറയുന്ന അവരുടെ പട, ബ്രിട്ടീഷ് എക്സ്പെഡിഷണറി ഫോഴ്സിനെ നേരെ ഫ്രാൻസിലേക്ക് വിടുകയായിരുന്നു ചെയ്തത്. അങ്ങനെ ഈ ബ്രിട്ടീഷ് BEF-ഉം ഫ്രാൻസും ബെൽജിയത്തിന്റെ സൈന്യവും അവരെ ജർമ്മനിയെ കാത്ത് ആ ബോർഡറിലുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം ഒരു 15 ദിവസത്തോളം സമയമെടുക്കും ഇവരവിടെ എത്തും എന്നാണ് അവർ വിചാരിച്ചത്. എങ്കിൽ ആ വിചാരം മൊത്തം തെറ്റിച്ചുകൊണ്ട് 3 രാവും 3 പകലും കൊണ്ട് ജർമ്മന്റെ സേന അവിടേക്ക് എത്തി. അതിന് കാരണം എന്ന് പറയുന്നത് പെർവിറ്റൻ എന്ന് പറയുന്ന ഒരു ഉത്തേജക മരുന്നായിരുന്നു. സൈഡ് എഫക്റ്റ് ഒരുപാടുണ്ടായിരുന്ന ഒരു മരുന്നായിരുന്നു അത്. പക്ഷേ ആ മരുന്ന് ജർമ്മൻ പടയാളികൾക്ക് കൊടുക്കുകയും അവർക്ക് ഉറക്കമില്ലാതെ, ക്ഷീണമില്ലാതെ അവർ ആ വഴി കടന്നു വരികയും ചെയ്തു. ഇതേ സമയത്ത് തന്നെ മറ്റൊന്നുകൂടെ സംഭവിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ബെൽജിയത്തിന്റെയും ഫ്രാൻസിന്റെയും ജർമ്മനിയുടെയും അതിർത്തിയിലുള്ള ഒരു കാടും മലയൊക്കെ ഉള്ള സ്ഥലം, അന്ന് അതുവഴി കയറി വന്ന പാൻസർ ടാങ്കുകൾ എന്ന് പറയുന്ന ജർമ്മനി അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടാങ്കുകളാണ്. അത് വളരെ പ്രസിദ്ധമായിരുന്നു. അതിന് ഭാരം കുറവായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കരുത്തിൻ്റെ കാര്യത്തിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഫ്രാൻസിൻ്റെ ടാങ്കായിരുന്നു പാൻസറിനേക്കാൾ ടോപ്പെങ്കിലും പാൻസർ രണ്ടാം ലോക മഹായുദ്ധത്തിലെ ഏറ്റവും മികച്ച ടാങ്കുകളിൽ ഒന്നായിട്ടാണ് കണക്കാക്കുന്നത്. ഈ പാൻസർ ടാങ്കുകളുടെ ഒരു വലിയ കൂട്ടം തന്നെ ആ ബെൽജിയത്തിലെ കാട് വഴി കടന്ന് ഫ്രാൻസിലേക്ക് എത്തി. എന്നാൽ ആ ഏരിയയിൽ വരാനുള്ള സാധ്യത കുറവായതുകൊണ്ട് അവിടുത്തെ ഡിഫൻസ് സിസ്റ്റം വളരെ കുറവായിരുന്നു. അങ്ങനെ ഒരു വശത്ത് നിന്ന് നെതർലൻഡ് വഴി, ബെൽജിയം വഴി ഒരു സേന വരുന്നു, മറുവശത്ത് നിന്ന് ഈ അഡ്രനൻ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഈ പാൻസർ ടാങ്കുകൾ കയറി വരുന്നത്. ഈ 2 വശത്തു നിന്നും വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഏകദേശം 4 ലക്ഷത്തോളം BEF, ഫ്രാൻസ്, ബെൽജിയം 3 സൈനികരെയും ഒരു കടൽ തീരത്തിലേക്ക് അവർ തള്ളി ഒരു ട്രാപ്പിലേക്ക് എത്തിച്ചു. ആ കടൽ തീരത്തിന്റെ പേരാണ് ഡങ്കർക്ക് എന്ന് പറയുന്നത്. അവിടെ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ മറ്റു മാർഗ്ഗങ്ങളില്ല. ക്രിസ്റ്റഫർ നോളന്റെ സിനിമ ഡങ്കർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം. ഒരു 4 പടയാളികൾ ഓടിപ്പോകുന്നു, ജർമ്മന്റെ ഫയറിങ് പേടിച്ചിട്ട്. അതിലൊരു പടയാളി ഓടി എത്തുന്നത് ഒരു കടൽ തീരത്താണ്. ആ കടൽ തീരത്ത് നോക്കുമ്പോൾ 10,000-കണക്കിന് ക്യൂ ആണ് നിൽക്കുന്നത് ഓരോ കപ്പലിലും കയറാൻ. പക്ഷെ കപ്പലുകളില്ല അവിടെ. വരുന്ന കപ്പലുകളിൽ കയറി രക്ഷപ്പെടുക എന്നത് മാത്രമായിരുന്നു അവർക്ക് ഉള്ള മാർഗം എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ ലത്വാഫയുടെ ആക്രമണം ആ ഡങ്കർക്കിലും ഉള്ളതുകൊണ്ട് തന്നെ കപ്പലുകൾക്ക് അവിടേക്ക് അടുക്കാനും സാധിച്ചിരുന്നില്ല.
അതിൻ്റെ ഇടയിൽ തന്നെ ലുഫ്റ്റ്വാഫെയുടെ ആക്രമണം കൊണ്ട് കുറേ ആൾക്കാർ മരണപ്പെടുകയും ചെയ്തിരുന്നു. മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന സൈനികർ ഒന്ന് ബ്രിട്ടനാണ്, ഒന്ന് ഫ്രാൻസാണ്, ബെൽജിയമാണ്. ഇവർ എല്ലാവരും പരസ്പരം ഒരു കമ്പനി ആയിരുന്നില്ല, അവർക്ക് പരസ്പരം അറിയത്തുപോലുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ഇടയിൽ ഒരു ഏകീകരണവും ഉണ്ടായിരുന്നില്ല. ഇവിടെയാണ് ആ സിനിമയിലെ തന്നെ ഏറ്റവും റൊമാൻറ്റിഫിക്കേഷൻ നൽകുന്ന ഒരു സീൻ വരുന്നത്. ഇംഗ്ലീഷ് ചാനൽ കടന്ന്, ഈ സംഭവം അറിഞ്ഞിട്ട് ഇംഗ്ലീഷ് ചാനൽ കടന്ന് ആ തുറമുഖത്തുണ്ടായിരുന്ന സാധാരണ മത്സ്യത്തൊഴിലാളികൾ അവരുടെ ചെറിയ ബോട്ടും എടുത്തുകൊണ്ട് ഈ ഡങ്കർക്കിലേക്ക് വരികയും, അന്ന് ഏകദേശം ഒരു 400-500ഓളം ബോട്ടുകളിലാണ് അവർ വന്നത്. 500ഓളം ബോട്ടുകളിൽ വന്ന് ഇവിടെ നിന്ന് അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുപോവുകയും ചെയ്തു. അത് മെയ് 26-നാണ് അത് തുടങ്ങുന്നത്. മെയ് 26-ന് ഏകദേശം 35,000-ഓളം പേരെ അന്ന് അവിടുന്ന് രക്ഷപ്പെടുത്തുന്നു. തുടർച്ചയായിട്ട് ജൂൺ 4 വരെ ആ പ്രോസസ്സ് നടന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഏകദേശം 1,98,000 ബ്രിട്ടീഷ് സൈനികരെയും 1,40,000-ഓളം ബെൽജിയം, ഫ്രാൻസ് സൈനികരെയുമാണ് അന്ന് രക്ഷപ്പെടുത്തി ഈ ബ്രിട്ടനിലേക്ക് എത്തിച്ചത്. ഇതാണ് ഡങ്കിർക്ക് എന്ന് പറയുന്ന സ്റ്റോറി. ഈ ഡങ്കിർക്ക് എന്ന് പറയുന്ന സിനിമ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു സിനിമയാണ്. എനിക്ക് തോന്നുന്നു അന്ന് ഏകദേശം 8ഓളം അക്കാഡമി നോമിനേഷൻ കിട്ടിയ സിനിമയാണ്. അതിൽ തന്നെ 3 ഓസ്കാർ അതിന് കിട്ടിയിരുന്നു. ബെസ്റ്റ് എഡിറ്റിംഗ്, സൗണ്ട് എഡിറ്റിംഗ്, സൗണ്ട് മിക്സിംഗ്, ഇത് 3നും ഓസ്കാർ കിട്ടിയിരുന്നു. പിന്നെ അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നത് ബെസ്റ്റ് ഫിലിം, ബെസ്റ്റ് ഡയറക്ടർ നോമിനേഷനിൽ അത് ഉണ്ടായിരുന്നു. പക്ഷെ അത് കിട്ടിയില്ല. ദ ഷേപ്പ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞ സിനിമയ്ക്കാണത് അന്ന് കിട്ടിയെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പക്ഷേ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഡങ്കിർക്കിനായിരുന്നു കൊടുക്കേണ്ടതെന്നാണ്. പക്ഷേ ഷേപ്പ് ഓഫ് വാട്ടർ ഇഷ്ടപ്പെടുന്നവർക്ക് താല്പര്യം കാണത്തില്ലായിരിക്കും. അപ്പോട്ടെ, ഇതാണ് ഡങ്കിർക്ക് എന്ന് പറയുന്ന സിനിമയുടെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. അങ്ങനെ ഫ്രാൻസിനെ ഒന്നാം ലോക മഹായുദ്ധത്തിൽ നടക്കാത്ത ഒരു കാര്യമാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ നടക്കുന്നത്. ജർമ്മനി ഫ്രാൻസിനെ കീഴടക്കുന്നു. എന്നിട്ട് ജർമ്മനിയുടെ ഒരു ഭാഗം ജർമ്മനി പിടിച്ചെടുക്കുന്നു, ഒരു ഭാഗം ഇറ്റലി പിടിച്ചെടുക്കുന്നു. അതിൻ്റെ ഇടയിലുള്ള കുറച്ച് ഫ്രീ സോൺ ഉണ്ട്, അത് ഫ്രാൻസിനെ തന്നെയാണ് ഭരണത്തിൽ ഏൽപ്പിക്കുന്നത്. പക്ഷേ ഒരു പപ്പറ്റ് ഗവൺമെന്റ് ആയിരുന്നു. അതിനാണ് വിഷയ ഫ്രാൻസ് എന്ന് പറയുന്നത്. അങ്ങനെ ആദ്യഘട്ടം, രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ആദ്യഘട്ടം ജർമ്മനി വിജയിക്കുന്നു. അപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ആത്മവിശ്വാസം അവരുടെ കൂടി അടുത്ത ഘട്ടത്തിലേക്ക് അവർ പോകാൻ തുടങ്ങും. ആ അടുത്ത ഘട്ടത്തിലേക്ക്, രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സിനിമകളുണ്ട്. പക്ഷേ ഈ അടുത്ത ഘട്ടവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും സിനിമയുണ്ടോ എന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഞാനൊന്ന് നോക്കിയപ്പോഴാണ് അങ്ങനെ ഒരു സിനിമയുണ്ടെന്ന് ഞാൻ അറിയുന്നത്. അത് എൻ്റെ ഒരു വിശ്വാസം അനുസരിച്ച് അധികം ആൾക്കാർ കണ്ടു കാണത്തില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഊഹിച്ചോളൂ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.